കഥ സന്ദർശനം. രചന ഷെജീന ഗുരുവായൂർ. ഫൗസി, ഇജ് വേഗം വരുന്നുണ്ടോ? നേരം പോണ്. ഓളി ഒരു ഒരുക്കം കഴിഞ്ഞ എൻ്റെ ഇക്ക. നിങ്ങൾ കാർ എടുത്തോളി. പോകുന്ന വഴി ബുക്ക് സ്റ്റാൾ കാണുമ്പോൾ ഒന്ന് നിർത്തണേ. ഷബനയ്ക്ക് ഇഷ്ടപ്പെട്ട 2 പുസ്തകം കൂടി വാങ്ങാനുണ്ട്. ഇനിയുമുണ്ടോ ഗിഫ്റ്റ്? എത്ര നാളായി നീ ഓരോന്നും സ്വരുക്കൂട്ടി വെക്കുന്നു? അത് പിന്നെ 2 വർഷത്തെ പരിചയമല്ലേ ഇക്ക. പക്ഷേങ്കിൽ ഇതുവരെ ഞങ്ങൾക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഓളുടെ ഇഷ്ടങ്ങളെല്ലാം എനിക്കറിയാം. എന്നെ കാത്തിരിക്കുന്നുണ്ടാവും പാവം പെണ്ണ്. അവൾക്ക് അടുത്ത ഡയാലിസിസിന് പോകേണ്ട സമയമായിരിക്കുന്നു അത്രേ. ഇക്ക, കാശ് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അതെനിക്കറിയാം ഫൗസി, ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ആ പാവത്തിനെ അസുഖങ്ങൾക്കു മീതെ പടച്ചോൻ പിന്നെയും എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? അവരവരുടെ വീട്ടിലെത്തി കാറിൽ നിന്നിറങ്ങി. കൈകളിൽ നിറയെ സമ്മാനപ്പൊതികളുമായി നടന്നു. ആളുകൂടിയ മുറ്റം, അകത്തളങ്ങളിൽ നിന്നുയരുന്ന തേങ്ങിക്കരച്ചൽ. തങ്ങളെ കാത്തു നിൽക്കാതെ പ്രിയപ്പെട്ടവൾ യാത്രയായിരിക്കുന്നുവെന്നത് തെല്ലൊരു ഞെട്ടലോടെ അവരറിഞ്ഞു. ഒരു മൂലയിൽ അനാഥമായി കിടക്കുന്ന വീൽചെയർ കാണാം. അതെല്ലാം കണ്ടപ്പോൾ ഹൃദയം പൊട്ടിയവൾ സാബിയുടെ തോളിലേക്ക് തളർന്നു വീണു.